വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പോൾ 2:45 ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് നേരത്തെ വന്ന് പിന്നെ ഞാനിപ്പോൾ ഒന്ന് കറാമ വരെ പോകുവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മൾ ഇന്നലെ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് നമുക്കിന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ അരിപ്പത്തിരി മേടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ല. ഇന്ന് നമ്മൾ ഫുള്ളി ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കറാമ വരെ പോകുവാണ്. ഇന്നത്തെ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് ഈ ഒരു കുർത്തിയാണ് ഞാൻ ഇട്ടത്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വട്ടം ഞാൻ ഈ ബാഗ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു ബാഗ് ഞാൻ ഇതാക്കി എടുത്തുകൊണ്ട് വന്ന് ഇപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് മെട്രോയിൽ പോകാമെന്ന് ഓർത്ത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും ലേറ്റ് ആകും, അപ്പോൾ പിന്നെ ടാക്സിക്ക് വരേണ്ടി വരും. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോണത്. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയില്ല, ഭയങ്കര തണുപ്പ്. ബാൽക്കണി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടൊക്കെ ക്ലൈമറ്റ് ഭയങ്കര മൂടിക്കിടക്കുവാണ് കേട്ടോ. നല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഭയങ്കര മൂടിയൊരു ക്ലൈമറ്റാണ് ഇന്നത്തേത്. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. ഈ ലാസ്റ്റ് ഒരു ആഴ്ച കൊണ്ട് നമുക്ക് 24 സബ്സ്ക്രൈബേഴ്സാണ് കൂടിയത്. സോ താങ്ക്സ് ടു ഓൾ. ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വീഡിയോസ് ഇടാനായിട്ടുള്ളതൊക്കെ മോട്ടിവേഷൻ. ഇന്നത്തെ ഡെയിലി വ്ളോഗ്സിൻ്റെ 11ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ സക്സസ്ഫുള്ളി 11 ദിവസം കംപ്ലീറ്റ് ചെയ്ത്. നിങ്ങൾക്ക് എൻ്റെ മുടി വറക്കുന്ന കണ്ടാൽ മനസ്സിലാകും. നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റ്. എനിക്ക് ഈ ഒരു ക്ലൈമറ്റിന് പുറത്ത് പോകുന്നത് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട, മറ്റന്നാൾ നമുക്ക് പോകണ്ട. അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡാണ്. ഇനിയിപ്പം തിങ്കളാഴ്ച പോയാൽ മതിയല്ലോ വർക്കിന്. സോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ മനസ്സിലാകും, ഭയങ്കര രസമായിട്ട് കിടക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ അല്ല, ഒരു 12 മണിയായപ്പോഴും അറൗണ്ട് ആ ഒരു ടൈമിനും, പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമുക്ക് സെക്യൂരിറ്റി എല്ലാം വന്നായിരുന്നു. നിങ്ങളെല്ലാവരും ഷെൽട്ടറിനുള്ളിൽ കയറണം, സേഫായിട്ട് നിൽക്കണം. ഇപ്പം ഇവിടെ ഇറാൻ്റെ ഇതുണ്ടല്ലോ, മിസൈൽസ് വരുന്നുണ്ട്. അങ്ങനെ വന്ന് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് UAE ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ്. സോ കറൻ്റ്ലി നമ്മളിപ്പോൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് എമർജൻസീസ് വരുമ്പോൾ ഗവൺമെൻറ് അതുപോലെ തന്നെ സെക്യൂരിറ്റി അലാംസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. സോ എന്തായാലും നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ. നല്ല രസമുണ്ട് ക്ലൈമറ്റ് കാണാൻ. സമയത്തൊക്കെ നമ്മുടെ മെട്രോയിൽ ഒട്ടും തിരക്ക് കാണത്തില്ല. കാരണം ഒരുപാട് പേര് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഓഫീസ് കഴിയുന്നത്. അപ്പോൾ ആ ടൈമിനായിരിക്കും ഒരുപാട് തിരക്ക്. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര തിരക്ക് കുറവാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആളൊന്നുമില്ല, ഫുള്ളി എംപ്റ്റി ആണ് മെട്രോ സ്റ്റേഷന്. ഉണ്ടോ? എൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ ഇതാണ് നമ്മുടെ നോൾ കാർഡ്, ദുബായിലെ മെട്രോ കാർഡ്. സോ ഇത് ഞാൻ മന്ത്ലി റീചാർജ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ പോകുന്ന സോണൊക്കെ എനിക്ക് ഫ്രീ ആയിട്ടാണ് പോകാൻ പറ്റുക. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ആകത്തില്ല. ഇത് മന്ത്ലി നമുക്ക് ഒരു സോണാണെങ്കിൽ ഇത്ര പൈസ. ഇതിപ്പോൾ ഞാൻ 1 സോണാണ് ചാർജ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനെനിക്ക് ഏകദേശം ഒരു 140 ദിറംസായി. അപ്പോൾ നമുക്കത് ഫ്രീ ആണ് കേട്ടോ. ഫസ്റ്റ് മെട്രോ വന്നതിൽ നല്ല തിരക്കായിരുന്നു, അത് പോയി. ഇനിയിപ്പോൾ നമുക്ക് 4 മിനിറ്റിനാണ് നെക്സ്റ്റ് മെട്രോ ഉള്ളത്. അത് ഞാൻ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് മെട്രോയിൽ, ഫുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മെട്രോയിൽ പോകട്ടെ. ഇനി നമുക്കത് 2 മിനിറ്റ്സിൽ മെട്രോ വരും കേട്ടോ. ADCBയിൽ എത്തിയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ആ സ്ഥലത്തോട്ട് പോകുവാണ്. ഞാനോർത്ത് നമുക്ക് നടന്ന് തന്നെ പോകാമെന്ന് ഓർത്ത്. നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു സിഗ്നൽ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ എന്തായാലും നിൽക്കേണ്ടി വരും. ജസ്റ്റ് കാണിച്ചു തരാം. ADCBയിൽ പുതിയതായിട്ട് വെച്ച സിഗ്നൽ. ഇപ്പോൾ ഇതേ കുറച്ച് ആൾക്കാർ പോയായിരുന്നു. ഇതാണ് ഇവിടെ പുതിയതായിട്ട് വെച്ച സിഗ്നലാണ് ഈ സൈഡിലെ.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സെക്കൻഡ് ഹാൻഡ് മാറുന്നവരെ. ഞാൻ നടന്നു വന്നപ്പോഴേ പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആസ്റ്ററിലാണ്. അപ്പോൾ ആസ്റ്ററിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് അങ്ങോട്ട് പോയി. കണ്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ ഞാൻ ഷോക്കായി പോയി. ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വന്നേ. എനിക്ക് മനസ്സിലായില്ല, ആകെ അറ്റയറൊക്കെ ഫുള്ള് മാറിയിരിക്കുന്നത്. പണ്ട് നമ്മൾ വേറൊരു രീതിയിൽ കണ്ടിട്ട് ഇപ്പോൾ എളുപ്പം കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. എന്നിട്ട് പിന്നെ ആളെ പോയി തിരിച്ച്. പിന്നെ ഞാൻ കറാമ സൈഡിൽ കൂടെ നടക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് എന്തായാലും നടക്കാനുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പം നമ്മൾ ADCP മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഭാഗത്താണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി നടക്കാനുണ്ട്. എന്തായാലും കറാമ ഭാഗത്തൊക്കെ നമ്മൾ ഈവനിങ് ടൈം വന്നാൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ആളൊന്നും ഇല്ല, നല്ല ഫ്രീ ആയിട്ട്. നിങ്ങൾ ബാക്കിലോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, അധികം തിരക്കൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. പോണ വഴിയൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാവേ. ഞാൻ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഇറങ്ങിയിട്ടാ ടാക്സിയിലാണ്. നല്ല ടൈം എടുത്ത് ഏകദേശം 3:30 പോയിട്ട് ഇപ്പം 8 മണിയായപ്പോഴാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടത്. നല്ല ഡിലേ ആയിട്ടാ. അവിടെ ഞാൻ കറാമയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. ഇപ്പം ഞാൻ കറൻറ്റ്ലി ടാക്സിയിലാണ്. കറാമയിൽ നല്ല ട്രാഫിക് ഉണ്ട്. ടാക്സി ഡ്രൈവർ സംസാരിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്തായാലും. സോ ഞാൻ കറൻറ്റ്ലി ഇപ്പം നമ്മുടെ ഡേ ടു ഡേയുടെ ഒക്കെ അടുത്തായിട്ട് വരും. വരുന്ന വഴിക്ക് ഞാൻ മറ്റേ കറാമയിൽ നിന്ന് ഇതൊക്കെ മേടിച്ച് മാങ്ങ ഉപ്പിലിട്ടല്ല, മാങ്ങ മുളകിട്ടത്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിൾ, പിന്നെ അജുന് കുറച്ച് ജിലേബി മേടിച്ച്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകുവാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് അധികം പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി. രാവിലെ ആണെങ്കിൽ ഞാൻ ക്യാമറ എടുക്കാൻ വിട്ടുപോയത് കൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സോ ഇതൊക്കെ ഒരു ചെറിയൊരു നോർമൽ ഡേ ആയിരുന്നു. ഒരുപാട് വലിയ വ്ളോഗല്ല, ഭയങ്കര ചെറിയ വ്ളോഗാണ് ഇന്നത്തെ കേട്ടോ. കണ്ടോ, ഇത് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും കൂടെ മിക്സാക്കി ഞാൻ മേടിച്ചിട്ടാ. പിന്നെ ഒരു പായസം മേടിച്ച്. അത് നമ്മുടെ അവിടെ അടുത്തുള്ളൊരു കടയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ മാങ്ങയും ചക്കയും നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ, അടിപൊളി. പിന്നെ ജിലേബി, പിന്നെ അജുവിന് വേണ്ടി ഞാനൊരു അടിപൊളി പായസം മേടിച്ചിട്ടുണ്ട്. ഇത് ചക്ക പായസം അല്ലല്ലോ, കഴിഞ്ഞ ദിവസം നീ മേടിച്ച പായസം, സെയിം ശർക്കര പായസം. അടിപൊളി. ഇതെല്ലാം ഞങ്ങൾ കഴിക്കാൻ പോകണേ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, എൻ്റെ ഒരു കുട്ടി ഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആ സൈഡിലുള്ള ജസ്റ്റ് ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് 7 AM നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.